എല്ലാവർക്കും ഉഷസിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഈ ചാനലിൽ എൻ്റെ ഉഷസ് 172 എന്നുള്ള ചാനലിൽ ഇരിക്കുമെന്നും ഇങ്ങനെയൊക്കെ പറയുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. എനിക്ക് ഭയങ്കര സന്തോഷമായി രാവിലെ ആയപ്പോൾ. അങ്ങനൊരു കാര്യം കൂടെ ഉണ്ട്. എൻ്റെ ഫാമിലി മൊത്തം എനിക്ക് വളരെ സപ്പോർട്ടിംഗ് ആയിട്ട് നിന്നതുകൊണ്ടാണ് എൻ്റെ ചാനൽ എനിക്ക് തിരിച്ചു കിട്ടിയതും ഇങ്ങനൊരു ഇതിൽ കൂടി എനിക്ക് സംസാരിക്കാൻ പറ്റിയതും ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാനായിട്ട് വീഡിയോ മുമ്പിലോട്ട് ഞാൻ വന്നത്. ഇനി എനിക്കിത് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. ഞാൻ മെയ് 10-ാം തീയതിയാണ്. മെയ് 10-ാം തീയതി ആ ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോണിനകത്ത് യൂട്യൂബ് എല്ലാം അടിച്ചു പോയി. യൂട്യൂബേ ഇല്ല. നമ്മൾ നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല, യൂട്യൂബും കാണുന്നില്ല, ഈ ചാനലും കാണുന്നില്ല, എല്ലാം പോയി. പിന്നെ നമ്മൾ എൻ്റെ മക്കളെല്ലാം കൂടി ശ്രമിച്ച് അന്നേ ദിവസം തന്നെ നമ്മൾ നമ്മുടെ പാസ്വേഡും എല്ലാം വെച്ച് നമ്മളത് സൈൻ ചെയ്തു. യൂട്യൂബൊക്കെ നമുക്ക് തിരിച്ചു കിട്ടി. പിന്നെ നമുക്ക് ആ ചാനലും നമുക്ക് തിരിച്ചു കിട്ടി. നമ്മുടെ എല്ലാ ചാനലും അതിനകത്തുണ്ടായിരുന്നു. ഒന്നും നഷ്ടപ്പെട്ടൊന്നും പോയിട്ടില്ല. എല്ലാ വീഡിയോസും ഷോർട്സും ഒക്കെ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വൈകുന്നേരം തന്നെ നമ്മൾ 2 ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല വ്യൂസും ഒക്കെ വന്നതായിരുന്നു. അതിൽ കൂടി ഞങ്ങൾക്ക് 4 സബ്സ്ക്രൈബറേയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രിയിൽ ഒരു 10 മണിയോടുകൂടി നമ്മൾ കിടന്നുറങ്ങി. പക്ഷേ രാവിലെ നമ്മൾ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ ചാനൽ അതിനകത്തില്ല, എല്ലാം പോയി കിടക്കുന്നത്. ചാനലേ ഇല്ല. യൂട്യൂബ് ഉണ്ട്, പക്ഷേ ചാനലില്ല. നമ്മൾ എടുക്കാൻ ശ്രമിച്ചിട്ടൊന്നും അത് വരുന്നതുമില്ല. പിന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ അതിന് അപ്പീലിന് പോയി. 3 പ്രാവശ്യം നമ്മൾ അപ്പീലിന് പോയിട്ട് പിന്നെ നമ്മൾ ജിമെയിലിൽ കയറി ഓരോ കാര്യങ്ങൾ അവർ പറയുന്ന ഓരോന്നും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു. അവസാനം നമ്മൾ സൈൻ ചെയ്തു, അക്കൗണ്ടെല്ലാം സൈൻ ചെയ്ത് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. അവർ പറഞ്ഞു 24 മണിക്കൂറിനകത്ത് നമുക്ക് ശരിയാക്കി തരുമെന്ന് പറഞ്ഞു. അതിൻ്റെ മെസ്സേജും നമുക്ക് വന്നായിരുന്നു. പിറ്റേന്ന് നമ്മൾ രാവിലെ ഞാൻ ഫോൺ എടുത്തിട്ട് ചാർജിൽ വെച്ചു. പക്ഷെ നമ്മളത് നോക്കിയില്ല, വന്നില്ലോ ഒന്നും നമ്മൾ നോക്കിയില്ല. നമ്മൾ ഒരു 8:30 മണിയായപ്പോഴത്തേക്കും നമ്മൾ നോക്കിയപ്പം എൻ്റെ മക്കൾ നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് ചാനലെല്ലാം വന്നു. വളരെ സന്തോഷമായി. കാരണം എല്ലാം നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് ഒരിക്കലും നമ്മൾ വിചാരിച്ചില്ല. നമ്മൾ വിചാരിച്ച ഒരു 10 അല്ലെങ്കിൽ 20 അല്ലെങ്കിൽ 1 മാസമൊക്കെ എടുക്കും നമുക്ക് തിരിച്ചു കിട്ടാനായിട്ട്. അങ്ങനെ വിചാരിച്ചത്. പക്ഷെ നമ്മുടെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് കയറി നമുക്ക് കണ്ടുപിടിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അതായത് ബ്ലോക്ക്ഡ് എന്നും പറഞ്ഞ് വന്നിട്ടുണ്ട്, കോപ്പിറൈറ്റും വന്നിട്ടുണ്ടായിരുന്നു. 3-ൽ കൂടുതൽ കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു യൂട്യൂബ് നമ്മളെ ലിസ്റ്റിൽ പെടുത്തും. അവരുടെ എന്നുവെച്ചാൽ 3 പ്രാവശ്യം നമ്മൾക്ക് അത് വരാൻ പറ്റാവും. 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്കത് എന്തായാലും അതവർ ലിസ്റ്റിൽ പെടുത്തും. എപ്പോഴായാലും അതവർ ചാനൽ അത് ഡിലീറ്റ് ചെയ്ത് കളയും. അത് നമുക്കറിയത്തില്ലായിരുന്നു. നമ്മൾ ഓരോന്ന് നമ്മൾ ഷോർട്സിൽ ഓരോ പാട്ടുകൾ ഇടുമ്പോൾ അതെല്ലാം കോപ്പിറൈറ്റ് വരുമെന്ന് നമുക്ക് അതിനകത്ത് കാണിക്കുമല്ലോ. പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിക്കാതെ തന്നെ ഡിലീറ്റ് ചെയ്ത് നമ്മൾ വീണ്ടും നമ്മൾ ചാനലിൽ ഇട്ടുകൊണ്ടിരുന്നു. അതാണ് നമ്മുടെ പ്രശ്നം. നിങ്ങൾ ഒരു യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും അല്ല തുടങ്ങി കുറച്ച് സബ്സ്ക്രൈബറോ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആയി വരുന്നവരുടെ കൂടി എനിക്ക് പറയാനുള്ള കാര്യം, ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യേണ്ട, അതവിടെ കിടക്കട്ടെ. നമ്മൾ ഡിലീറ്റ് ചെയ്യാനും പോകണ്ട, ഒന്നും ചെയ്യണ്ട. അടുത്ത ഒരു ഷോർട്സ്, അടുത്ത ഒരു കാര്യങ്ങൾ നിങ്ങൾ അതിനോട്ട് അപ്ലോഡ് ചെയ്താൽ മതി. ഇതൊന്നും ചെയ്യേണ്ട, ഇതിങ്ങനെ കിടക്കട്ടെ. ഡിലീറ്റ് ഒന്നും ചെയ്യാൻ പോരുത്. നമുക്ക് ചെയ്ത അബദ്ധം അത് തന്നെയാണ്. നമ്മൾ അതിനകത്തുനിന്ന് അവർ പറഞ്ഞ കാര്യം ഇതാണ്, നമുക്ക് പറ്റിയ തെറ്റ്. ഇനി ആ തെറ്റ് വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും. നല്ല വീഡിയോസും ഷോർട്സും ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. പിന്നെ എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു കാര്യം ചെയ്തത്. കാരണം ഈ ചാനലിൽ കൂടി എനിക്ക് ചാനൽ തിരിച്ചു കിട്ടിയതും ഈ ചാനലിൽ കൂടി എനിക്ക് പറയാനുള്ള കാര്യങ്ങളും വന്നത്. കാരണം അല്ലെങ്കിൽ നമുക്കിതൊന്നും പറ്റിയില്ല. കാരണം ഇത്രയും ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണമല്ലോ. പെട്ടെന്ന് തന്നെ ദൈവത്തിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് ഇതെല്ലാം തിരിച്ചു കിട്ടി. പക്ഷെ നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്ന പ്രശ്നം ആവണമെന്നില്ല. പല പ്രശ്നങ്ങൾ ഇതിനകത്ത് വരാം. അത് നമ്മൾ ഈ ജിമെയിൽ എപ്പോഴും നമുക്ക് മെയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാ ദിവസവും നമുക്ക് വരുന്ന മെയിൽ എന്താണെന്ന് നോക്കണം. അത് അത്യാവശ്യമായിട്ടൊരു കാര്യമാണ്. ഈ ചാനലുള്ളവരും ഇത് തുടങ്ങാനിരിക്കുന്നവർക്കും കൂടെ ഞാനൊരു കാര്യം പറഞ്ഞു തരാണ്. കാരണം മെയിൽ എപ്പോഴും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. മെയിലിനകത്താണ് നമ്മുടെ കാര്യങ്ങളെല്ലാം വരുന്നത്. ഞങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ. കാരണം ആദ്യം നമ്മൾ ഈ ചാനൽ തുടങ്ങിയപ്പോൾ നമുക്ക് ഒരു ലൈവ് ന്യൂസിലൂടെയാണ് നമ്മളിങ്ങോട്ട് വന്നത്. അപ്പം നമ്മൾക്ക് ആദ്യം നമ്മളൊന്ന് ഇട്ടപ്പോൾ നമുക്ക് കുറച്ച് വ്യൂസും കുറച്ച് കാര്യങ്ങളുമായിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയി. എൻ്റെ ഫാമിലി എല്ലാം എൻ്റെ സപ്പോർട്ടിങ് ആയിട്ട് വന്നു. അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഒന്നും കൂടിയൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് തുടങ്ങിയത്. ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് ഇടുന്നതും ചാനൽ തുടങ്ങിയതും എല്ലാം. നമ്മൾ ആലോചിക്കാറുണ്ട് ഇത് ഇങ്ങനെയൊക്കെ ആയതും.
വളരെ സന്തോഷമുണ്ട്. ദൈവത്തോടാണ് ഇതിനോട് എനിക്ക് നന്ദി പറയേണ്ടത്, എൻ്റെ ചാനലൊക്കെ തിരിച്ചു കിട്ടിയത്. നിങ്ങൾക്കും ഇത് സംഭവിക്കാതിരിക്കട്ടെ. അടുത്തൊരു വീഡിയോ ആയിട്ട് താങ്ക് യു.